സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ അഡ്മിഷൻ ഏറ്റവും പെട്ടെന്ന് എടുക്കുക. വരുന്ന 3 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനാവും. സെക്കൻഡ് അലോട്ട്മെന്റ് പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് HSCAPന്റെ സൈറ്റിൽ പോയി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തു വെച്ച പാസ്വേഡും വഴി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കുക. അലോട്ട്മെന്റ് ലഭിച്ചത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി നൽകിയ സ്കൂളും കോഴ്സുമാണെങ്കിൽ ഉടനെ തന്നെ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. ഈ ഫസ്റ്റ് പ്രയോറിറ്റി നൽകിയ സ്കൂളോ കോഴ്സോ അല്ലാത്ത മറ്റൊരു സ്കൂളോ കോഴ്സോ ആണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത് തേർഡ് അലോട്ട്മെന്റ് വരുന്നതുവരെയും വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ഒന്ന് മാർക്ക് ലിസ്റ്റ് ആണ്, കാരണം നമുക്ക് ഇതുവരെ SSLC സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ, TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയ സാധനങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിർബന്ധമായും പോകുക. ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീസ് നൽകേണ്ടതില്ല. പകരം പെർമനന്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫീസ് കൂടി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിനും കോഴ്സിനും മുകളിൽ ബാക്കിയുള്ള മറ്റു സ്കൂളും കോഴ്സുകളിൽ ഏതെങ്കിലും സ്കൂളോ കോഴ്സോ നിങ്ങളുടെ അലോട്ട്മെന്റ് അപേക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അവര് അതിനുവേണ്ട ഒരു ഫോം നിങ്ങൾക്ക് തരും. ആ ഫോം ഫിൽ ചെയ്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ ആവശ്യമില്ലാത്ത സ്കൂളോ കോഴ്സോ അലോട്ട്മെന്റ് അപേക്ഷയിൽ അറിയാതെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാനുള്ള അവസരം കൂടിയാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഒപ്പം നിങ്ങൾക്ക് ഈ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളായി ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് മറുപടി തരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഇനി അഥവാ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് റാങ്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് 300-ൽ താഴെയാണെങ്കിൽ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഉറപ്പായും അഡ്മിഷൻ ലഭിക്കും. ഇനി അത്തരത്തിൽ തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാക്കേണ്ട. അതിനുശേഷം നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അവസരം വരുവാനുണ്ട്. ആ അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് അപേക്ഷ സിംഗിൾ വിൻഡോ അഥവാ ഏകജാലക അപേക്ഷ റിന്യൂ ചെയ്ത് നൽകാനാവും. അതുകൊണ്ട് ആരും തന്നെ അഡ്മിഷൻ ലഭിച്ചില്ല എന്ന് കരുതി അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചില്ല എന്ന് കരുതി പേടിക്കേണ്ടതില്ല. സർക്കാർ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിക്കുന്ന രീതിയിൽ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അലോട്ട്മെന്റ് ലഭിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, അലോട്ട്മെന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളായി ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി തരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.